ഞാനിന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കപ്പപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. കപ്പപ്പൊടിയും കാപ്പിപ്പൊടിയും അതുപോലെ കോൺഫ്ലവറിൻ്റെ പൊടിയും പഞ്ചസാരയും പാലും ഇത്രയും സാധനങ്ങളുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പുഡിങ്. ഡാൽഗോന കോഫി പുഡിങ് എന്നും പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ കപ്പപ്പൊടി ഇല്ലാത്തവർക്ക് കപ്പ മിക്സിയിൽ അടിച്ചിട്ട് 1 മണിക്കൂറൊന്ന് ഊറാൻ വെക്കുക. ഊറിന് അതിൻ്റെ അടിയിലുണ്ടാവും പൊടി, അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 ഗ്ലാസ് പഞ്ചസാര ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് തിളക്കണതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു 2 സ്പൂണ് കപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ തന്നെ നന്നായിട്ട് കുറുകി വരും. അത് നന്നായിട്ട് പാലിൽ കലക്കിയിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് ഞാനിവിടെ കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് തീ ഓഫാക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഞാൻ ആ കൂട്ട് ഒഴിച്ച് വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ കൂട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി കോഫിൻ്റെ ലെയർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് കാപ്പിപ്പൊടിയും വെള്ളത്തിൽ കലക്കിയതാണിത്. ഇത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തീ കത്തിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു കൂട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടിയും കുറുകും. അപ്പോൾ ഇത് ഈ തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കപ്പക്കൂട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം തണുത്തതിന് ശേഷം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ പുറത്ത് വെച്ചാലും മതി. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കളറിലായിട്ട് ഡാൽഗോന കോഫി പുഡിങ് എന്ന് പറയാം. ഇത് നമുക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനധികം ഡെക്കറേറ്റിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. ഞാൻ മുകളിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അത് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലൊരു വീഡിയോയിൽ ആ കാപ്പിപ്പൊടിയും കോൺഫ്ലവറും കലക്കണതിൽ പഞ്ചസാര ഞാൻ ആദ്യം കോൺഫ്ലവറും പാലും കൂടി കുറുക്കിയപ്പോൾ ഇട്ടിരുന്നത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അത് പറയാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. കപ്പപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇനി കപ്പപ്പൊടി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് പച്ചക്കപ്പ മിക്സിയിൽ ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് 1 മണിക്കൂർ ഒരു പാത്രത്തിൽ ഒഴിച്ച് 1 മണിക്കൂർ വെച്ചാൽ അത് അതിൻ്റെ മുകളിൽ വെള്ളം ഊറി നിൽക്കും. ആ വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള പൊടി ഉണ്ടാവും. ആ പൊടി വെച്ചിട്ട് ചെയ്താലും മതി.